ശരിക്കുള്ള നമ്മുടെ പ്രീ സീസൺ തുടങ്ങി ആദ്യ 30 മിനിറ്റിനുള്ളിൽ 2 നമ്മുടെ പ്ലെയേഴ്സ് ഇഞ്ചേർഡായിട്ട് പുറത്തു പോയി. റാസ്മസ് ഹോയ്ലൻഡ്, ലെനി യോറോ രണ്ടുപേരും ഇഞ്ചേർഡ്. അതിൽ ആദ്യം റാസ്മസ് ഹോയ്ലൻഡ് നമുക്ക് വേണ്ടി ഇന്ന് ആദ്യം ഗോൾ സ്കോർ ചെയ്ത റാസ്മസ് ഹോയ്ലൻഡ് ഗോൾ സ്കോർ ചെയ്ത് 1 മിനിറ്റിനുള്ളിൽ പുള്ളി ഇഞ്ചേർഡായി. പുള്ളിക്ക് ഗ്രോയിൻ ഇഞ്ചുറി ആണെന്നാണ് പറയുന്നത്. പുള്ളിയുടെ ലിപ്പ് റീഡ് ചെയ്തിട്ട് നമ്മുടെ MUTയുടെ കമൻറ്റേറ്റേഴ്സ് പറയുന്നത് പുള്ളിയുടെ ഇഞ്ചുറി വലിയ സീരിയസ് അല്ലെന്നാണ്. പക്ഷേ ലെനി യോറോ ഓൾമോസ്റ്റ് 30-34 മിനിറ്റോളം കളിച്ചു. പുള്ളിക്ക് ഇഞ്ചുറി കിട്ടി. പുള്ളിയുടെ ഇഞ്ചുറി കുറച്ച് സീരിയസ് ആണെന്ന് നമുക്കൊരു പുറത്തു നോക്കുമ്പോൾ തോന്നുന്നുണ്ട്. കാരണം പുള്ളി ഭയങ്കര ഡിസപ്പോയിൻറ്റഡും ഫ്രസ്ട്രേറ്റഡും ഒക്കെയാണ്. പലരും വന്ന് പുള്ളി ആശ്വസിപ്പിക്കുന്നതൊക്കെ ഉണ്ട്. പുള്ളി കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ്. അതുകൊണ്ട് പുള്ളിയുടെ ആംഗിൾ ഇഞ്ചുറി എന്നാണ് പറയുന്നത്. റാസ്മസ് ഹോയ്ലൻഡിൻ്റെ ഗ്രോയിൻ ഇഞ്ചുറി ഇപ്പം ഈ രീതിയിലാണ് പറയപ്പെടുന്നത്. പക്ഷേ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മളെല്ലാവരും ടെൻ ഹാഗിൻ്റെ ആ ഒരു പ്രസ് കോൺഫറൻസിന് വേണ്ടി വെയിറ്റിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷേ ടെൻ ഹാഗിൻ്റെ പ്രസ് കോൺഫറൻസ് ടെൻ ഹാഗും പറയുന്നത് 24 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സാക്റ്റ് എന്താണ് അവരെക്കുറിച്ച് എന്താണ് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പുള്ളിയും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പം ഫുള്ള് സ്പെക്കുലേഷൻ്റെ മണ്ടയ്ക്കാണ് കാര്യങ്ങൾ. അപ്പം പലരും പറയുന്ന കാര്യങ്ങൾ പിച്ചിൻ്റെ പ്രശ്നമാണ്. പിച്ച് ആർട്ടിഫിഷ്യൽ പിച്ചാണ്, അതുകൊണ്ടാണ് കൂടുതൽ ഇഞ്ചുറി വന്നത്. അല്ലെങ്കിൽ യുണൈറ്റഡിൻ്റെ പ്ലെയേഴ്സ് അങ്ങനെ സിമ്പിളായിട്ട് ഇഞ്ചുവേർഡ് ആയിട്ട് ഇങ്ങനത്തെ മോശം പിച്ചിൽ കളിച്ചുകൊണ്ടാണെന്ന് പലരും പറയുന്നുണ്ട്. ഈ പിച്ചിൽ തന്നെയാണ് ആർസനലിൻ്റെ പ്ലെയേഴ്സും കളിച്ചത് എന്ന് ഓർക്കണം. അവർക്ക് ആർക്കും ഇഞ്ചുറിയും പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ കൂട്ടത്തിൽ ആർസനലിൻ്റെ പ്ലെയേഴ്സിൻ്റെ ടാക്ലിങ് എൻ്റെ അമ്മേ ചവിട്ടിക്കൊല്ലാൻ വേണ്ടി വരിക. ഒന്നാമതെ തൊട്ടാൽ മതി ഇവന്മാർ ഇഞ്ചേർഡ് ആവും. അതിൻ്റെ കൂട്ടത്തിൽ പ്രീ സീസണിൽ അല്ലെങ്കിൽ ഫ്രണ്ട്ലി മാച്ചസിൽ ഇങ്ങനത്തെ പരിപാടി എൻ്റെ പൊന്നുമക്കളെ ചെയ്യല്ലടാ. അപ്പം നമ്മുടെ ഈ ഒരു സീസണ് മുന്നേ പല ഡിപ്പാർട്ട്മെൻറ്റിലും ഇനിയോസ് പുതിയ റിക്രൂട്ട്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ ടെൻ ഹാഗിൻ്റെ കോച്ചിങ് സ്റ്റാഫുകളെയൊക്കെ മാറ്റിയിട്ടുണ്ട്. പുതിയ അസിസ്റ്റൻറ്റ് കോച്ചസ് അല്ലെങ്കിൽ ഗോൾ കീപ്പിംഗ് കോച്ചസ് വരുന്നു. ഇനിയിപ്പോൾ പുതിയ സെറ്റ് പീസിൻ്റെ കോച്ച് വരുന്നു. അപ്പോൾ എല്ലായിടത്തെയും പ്രൈമറിലി ഒരു മെയിൻ കോച്ചായിട്ടുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങോട്ട് ടെൻ ഹാഗിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാക്കി കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ഈവൻ മെഡിക്കൽ ടീമിൽ വരെ നമ്മൾ ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മുടെ ഫിറ്റ്നസ് കോച്ചെന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ മാറ്റിയിട്ടില്ല എന്ന് ഇപ്പം സാമുവൽ ലക്കോസ്റ്റൊക്കെ പറയുന്നുണ്ട്. ഫിറ്റ്നസ് കോച്ചിൻ്റെ കാര്യം പറയുമ്പോൾ 2019 സോൾഷെയർ കൊണ്ടുവന്ന അല്ലെങ്കിൽ സോൾഷെയർ പുള്ളി പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു ഫിറ്റ്നസ് കോച്ചാണ് ഇപ്പോഴും നമ്മുടെ ഫിറ്റ്നസ് കോച്ചായിട്ടിരിക്കുന്നത്. ഈ മനുഷ്യൻ വന്നേ പിന്നാണ് പോഗ്ബ, മാർഷ്യാൽ, ലൂക്ക് ഷോ അങ്ങനത്തെ പ്ലെയേഴ്സിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചേർഡ് ആയെന്നൊക്കെ ഇപ്പം കേൾക്കുന്നു. അപ്പോൾ അങ്ങനത്തെ പല റിപ്പോർട്ട്സും ഇപ്പം വരുന്നുണ്ട്. അങ്ങനാണെങ്കിൽ പ്രോപ്പറായിട്ടൊരു സ്റ്റഡി നടത്തി എന്താണ് ഇതൊരു പ്രശ്നം, എന്തോ ഒരു പർട്ടിക്കുലർ പ്രശ്നം ഉണ്ട് ഇവിടെ. അപ്പോൾ അതെന്താണ് ഇതുവരെയായിട്ടും ഫിക്സ് ചെയ്യാൻ വേണ്ടി യുണൈറ്റഡിനോ അല്ലെങ്കിൽ യുണൈറ്റഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് പറ്റിയിട്ടില്ല. അപ്പം ഡാൻ ആഷ്വർത്തും ജേസൺ വിൽകോക്സും അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇടപെട്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിലുള്ള നമ്മുടെ അടുത്ത സീസണും കഴിഞ്ഞ സീസൺ പോലെ തന്നെ ആയി മാറും. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ പൊങ്ങി വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് പല യുണൈറ്റഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന പല പ്ലെയേഴ്സിൻ്റെ കാര്യത്തിലും എനിക്ക് ഭയങ്കര പേടി തോന്നുന്നുണ്ട്. കാരണം ഡിലിറ്റ്, മസ്രാവി ഈ 2 പ്ലെയേഴ്സിനെ ഭയങ്കരമായിട്ട് നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. ഡബിൾ ഡീല് ബയണുമായിട്ട് നടത്തും എന്നൊക്കെയാണ് കേൾക്കുന്നത്. പക്ഷേ ഈ 2 പ്ലെയേഴ്സ് എസ്പെഷ്യലി നമ്മൾ മസ്രാവിയുടെ കാര്യം തന്നെ ആദ്യം നോക്കൂ. മസ്രാവിയാണ് യുണൈറ്റഡിൻ്റെ ഇപ്പം ആ ഒരു ഫുൾ ബാക്ക് പൊസിഷനിൽ വാൻ ബിസാക്കയെ വിട്ടിട്ട് മസ്രാവിയെ കൊണ്ടുവരാൻ വേണ്ടി യുണൈറ്റഡ് ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ വരുന്നുണ്ട്. മസ്രാവിയുടെ കാര്യം നമ്മളിപ്പം ഡേറ്റ വൈസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്കി നമ്മുടെ ഡലോയും വാൻ ബിസാക്കയും തമ്മിൽ പ്യോർ റെക്കോർഡ് വൈസ് ഈ ഒരു മസ്രാവിയെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അറ്റാക്കിംഗ് വൈസ് ആണെങ്കിലും ഡിഫെൻസീവ്ലി ആണെങ്കിലും ഈ പ്ലെയർ ബെറ്ററാണ് നമ്മുടെ 2 ഫുൾ ബാക്കിനേക്കാളും. പക്ഷേ ഇഞ്ചുറി റെക്കോർഡ് എന്ന് പറയുന്നത് 2020-21 സീസൺ കഴിഞ്ഞ പിന്നെ പുള്ളിക്ക് 16 തരം ഇഞ്ചുറീസാണ് പുള്ളിക്കുള്ളത്. പുള്ളി സ്ഥിരമായിട്ട് സീസണിലെ പകുതി മാച്ചസെങ്കിലും മിസ്സാകാറുണ്ട്. പ്ലസ് മൊറോക്കൻ ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് ആഫ്രിക്കൻ നേഷൻസ് കപ്പിലോട്ട് പോകുന്ന പരിപാടി. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും എനിക്ക് ഭയങ്കര പേടി തോന്നുന്നുണ്ട് ഈ ഒരു ഡീല് നടത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ ഡിലിറ്റിൻ്റെ ഡീലാണെങ്കിലും ഡിലിറ്റിനും കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ട്. ഡിലിറ്റിൻ്റെ നീ ലിഗമെൻറ്റ് ഇഞ്ചുറിയൊക്കെ പുള്ളിക്കുണ്ട്. അപ്പോൾ ആ നീ ലിഗമെൻറ്റ് ഇഞ്ചുറിയൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലെയറിന് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന തരം ഇഞ്ചുറിയാണ്. അപ്പോൾ അങ്ങനത്തെ ഇഞ്ചുറി വെറുതെ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ പ്ലെയറിനെ എന്തിന് സൈൻ ചെയ്യണം? ഒന്നാമത്തെ തലവേദനയാണ് ഇഞ്ചുറിയുടെ പ്രശ്നങ്ങൾ കാരണം ഇവിടെ നമുക്ക് കിടക്കപ്പുറത്തില്ല. അപ്പോൾ ബയണൊക്കെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന അവർക്ക് താല്പര്യമില്ല. കാരണം അവർക്ക് ടാലൻറ്റ് കൊണ്ടല്ല ഇഞ്ചുറി പ്രശ്നങ്ങൾ. എത്ര ടാലൻറ്റ് ഉണ്ടെങ്കിലും ഇഞ്ചുറി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ കളിപ്പിക്കാൻ പറ്റും? ഒരു രീതിയിലും ഇതിനെ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റത്തില്ലെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അവർ ഒഴിവാക്കാൻ വേണ്ടി നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളെ നമ്മൾ പോയിട്ട് കറക്റ്റ്
സെറ്റായിട്ട് മേടിച്ച് നമ്മുടെ തലയിൽ കുരിശായി മാറും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ ഒരു സ്കൗട്ടിംഗ് ടീമുണ്ടല്ലോ, ഈ ഒന്നിൽ ടെൻ ഹാഗിന് വേണ്ടി കളിച്ചിരിക്കുന്ന പ്ലേയേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ ഹോളണ്ട് ഇൻ്റർനാഷണൽ ആയിരിക്കണം. ഇങ്ങനത്തെ ഒരു ക്രൈറ്റീരിയയിലാണ് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് മുഴുവൻ നടക്കുന്നത്. ലെനിയോറോ അല്ലാതെയുള്ള നമ്മളുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ പ്ലേയേഴ്സും ഒന്നിൽ ടെൻ ഹാഗുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ലിങ്ക്ഡ് ആയിരിക്കണം, പുള്ളിക്ക് വേണ്ടി കളിച്ചിരിക്കണം, അല്ലെങ്കിൽ ഹോളണ്ട് ഇൻ്റർനാഷണൽ ആയിരിക്കണം. ഈ രീതിയിൽ പോയാൽ കാര്യങ്ങൾ ശരിയാകത്തില്ല. ഇപ്പം നമ്മൾ സെൻറ്റർ ബാക്ക് പൊസിഷനിലും കുറേയും കൂടെ വേറെ ഇപ്പം ബ്രാന്ത്വൈറ്റിനെ കൊണ്ടുവരാൻ വേണ്ടി ബുദ്ധിമുട്ടാണെങ്കിൽ തന്നെ വേറെ പല ലീഗുകളിലും നോക്കുക. ഇപ്പോൾ എവർട്ടൺ പുതിയ സെൻറ്റർ ബാക്കിനെ ഒളിമ്പിക് ലയോണിൽ നിന്ന് സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പലരും പറയുന്നത് ചിലപ്പം ബ്രാന്ത്വൈറ്റിൻ്റെ പ്രൈസ് കുറച്ച് യുണൈറ്റഡിന് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ കേൾക്കുന്നു. അറിയത്തില്ല. അവന്മാരൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. പ്രീമിയർ ലീഗ് ക്ലബ്ബ് ആയതുകൊണ്ട് തന്നെ അത്ര വലിയ വിട്ടുവീഴ്ചയൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട. അപ്പം നമ്മുടെ സ്കൗട്ടിങ് കുറച്ചുകൂടെ കുറച്ചുകൂടെ വൈഡറായിട്ട് സ്കൗട്ട് ചെയ്ത് കുറേ കൂടെ വൈഡർ ലീഗിൽ നിന്നൊക്കെ നല്ല പ്ലെയേഴ്സിനെ സ്കൗട്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയൊക്കെ ശ്രമിക്കണം. ഒന്നാമത് പൈസ ഇല്ലല്ലോ. ഇപ്പം നമ്മുടെ ഇവൻ്റെ പേര് മിഡ്ഫീൽഡിൽ ഉഗാർത്തയുടെ കാര്യത്തിൽ 70 മില്യൺ യൂറോസൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ 70 മില്യൺ യൂറോസ് എവിടെ നിന്ന് എടുത്ത് യുണൈറ്റഡ് കൊടുക്കാനാണ്? അപ്പം ലോൺ ഓപ്ഷനൊക്കെ നോക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ദൈവത്തിനറിയാം. ആകപ്പാടെ ഇവിടുത്തെ പ്ലെയേഴ്സ്, നമ്മുടെ യുണൈറ്റഡിലെ പ്ലെയേഴ്സിന് ഒരു മനുഷ്യന് പോലും വേണ്ട. കസമീറോയ്ക്ക് വേണ്ടി ആളില്ല, അല്ലെങ്കിൽ വാൻ ബിസാക്കയുടെ കാര്യത്തിൽ ഒരു തീരുമാനമില്ല, ലിൻഡലോഫിൻ്റെ കാര്യത്തിൽ തീരുമാനമില്ല, എറിക്സൻ്റെ കാര്യത്തിലില്ല. ഇഞ്ചുറിയും കൂടെ ആയപ്പോഴത്തേനും സമാധാനമായി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് പറയാം. പ്ലേയിങ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ പല രീതിയിലുള്ള എന്താ പറയുന്നത് ക്ലിപ്സൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ചെയ്യുന്നുണ്ട്. ഹാരി അമാസും കാര്യങ്ങളൊക്കെ പ്ലേയിങ് സ്റ്റൈലൊക്കെ ഒരു സൈഡിൽ. പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇഞ്ചുവേർഡ് ആയി കഴിഞ്ഞാണ്ടല്ലോ തീർന്നു. ശരിക്കും ആർസനലിൻ്റെ സ്ക്വാഡിനെ നോക്കി. ആർസനലിൻ്റെ സ്ക്വാഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വലിയ സ്ക്വാഡ്. അവരുടെ നമ്മളിവിടെ ഈ അണ്ടർ 18 അല്ലെങ്കിൽ അണ്ടർ 21 ഒക്കെ ഇറക്കി കളിപ്പിക്കുമ്പോൾ ആർസനൽ സ്ക്വാഡിൽ അവരുടെ ഫസ്റ്റ് ടീം പ്ലെയേഴ്സ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫുൾ ടീമെന്ന് പറയുന്നത് അത്രയും വലിയ ടീം ആയതുകൊണ്ട് തന്നെ വരുന്നത് ഫസ്റ്റ് 11 കളിക്കാൻ ഏബിളായിട്ടുള്ള പ്ലെയേഴ്സാണ്. അവരുടെ സബ്ബായിട്ടൊക്കെ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒക്കെ വരുന്നത്. അപ്പം നമ്മുടെ സ്ക്വാഡ് വലുതാകണം. ഇഞ്ചുറി പ്രശ്നങ്ങൾ ഒഴിവായി നല്ലൊരു സ്ക്വാഡ് നമുക്ക് വേണം. അല്ലെങ്കിൽ ഈ പിള്ളേരുമായിട്ട് കളിക്കാൻ പോയുണ്ടല്ലോ അവസ്ഥ വളരെ മോശമാകും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ചന്നം കമൻസായിട്ട് ഇടുക. ബൈ.